വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഗലീലിയോ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വഹ് ബിനാ സബൂത്ത് കെ കുച്ച് നഹീം സ്വീകാർത്താ താ. അവൻ തെളിവൊന്നും കൂടാതെ ഒന്നും സ്വീകരിക്കുമായിരുന്നില്ല. ലഡ്കെ കെ ഇസ് മനോഭാവ് പർ അപ്നി റായ് പ്രകട് കരെ. കുട്ടിയുടെ ഈ മനോഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുക. റായ് അഭിപ്രായം. ബാലകനായ ഗലീലിയോ പ്രൂഫുകളൊന്നും കൂടാതെ തെളിവൊന്നും കൂടാതെ ഒന്നും സ്വീകരിക്കുമായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. കുട്ടിയുടെ ഈ മനോഭാവത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്. ആൻസർ നോക്കാം. ബാലക ഗലീലിയോ ബിനാ സബൂത്ത് കെ കോയി സ്വീകാർത്ത നഹീം ദാ. ബാലകനായ ഗലീലിയോ തെളിവുകളൊന്നും കൂടാതെ ഒന്നും സ്വീകരിക്കുമായിരുന്നില്ല. അസൽ മേ വഹ് സഹി ഹെ. യഥാർത്ഥത്തിൽ അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. किसी के कहने पर उस पर विश्वास करने से अच्छा है प्रयोग से बातों को समझना. ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് പരീക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും പറയുമ്പോഴത്തേന് ഒറ്റടിക്ക് വിശ്വസിക്കാതെ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ബാലകനായ ഗലീലിയോ ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് അല്ലേ? അതൊരു ശരിയായ കാര്യം തന്നെയാണ് അല്ലേ? सेकंड क्वेश्चन, मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न പഠूं? എനിക്ക് ശാസ്ത്രജ്ഞനാവാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ശാസ്ത്രം പഠിച്ചുകൂടാ? ഗലീലിയോ के स्वभाव की कौन सी विशेषता यहाँ प्रकट होती है? ഗലീലിയോയുടെ സ്വഭാവത്തിൽ എന്ത് വിശേഷതയാണ് ഇവിടെ പ്രകടമാവുന്നത്? ഇത് ഗലീലിയോ തന്റെ അച്ഛനോട് പറഞ്ഞതാണ് അല്ലെ. എനിക്ക് ശാസ്ത്രജ്ഞനാവാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ശാസ്ത്രം പഠിച്ചുകൂടാ? ഗലീലിയോയുടെ ഈ സ്വഭാവത്തെ കുറിച്ച് എന്ത് വിശേഷതയാണ് പ്രകടമാവുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ, हमें अपनी रुचि के अनुसार पढ़ाई में विषय चुनना चाहिए. നമ്മൾ നമ്മുടെ താല്പര്യം അനുസരിച്ച് പഠനത്തിൽ വിഷയം സെലക്ട് ചെയ്യണം. ചുനിന സെലക്ട് ചെയ്യാം. रुचि इंटरेस्ट. माता पिता की जबरदस्ती के कारण विषय नहीं चुनना चाहिए. പാരൻസിന്റെ നിർബന്ധപൂർവ്വം ഒരിക്കലും വിഷയം തിരഞ്ഞെടുക്കരുത്. ജബർദസ്തി നിർബന്ധപൂർവ്വം. यहाँ गैलीलियो की रुचि के अनुसार विषय चुनकर लक्ष्य तक पहुंचने का दृढ़ निश्चय का भाव प्रकट होता है. ഇവിടെ ഗലീലിയോയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വിഷയം തിരഞ്ഞെടുത്തത് കൊണ്ട് ലക്ഷ്യം വരെ എത്തിച്ചേരാനുള്ള ഒരു ദൃഢനിശ്ചയ ഭാവമാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ പ്രകടമാവുന്നത്. പഹൂഞ്ചിന എത്തിച്ചേരുക. നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് അല്ലേ? ഇവിടെ ഗലീലിയോ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, पुराने जमाने में समय जानने के लिए लोगों ने क्या क्या उपाय अपनाए होंगे? പുരാനെ ജമാനമേ പഴയ കാലങ്ങളിൽ സമയം അറിയാൻ വേണ്ടി ജനങ്ങൾ എന്തെല്ലാം ഉപായങ്ങളാണ് സ്വീകരിച്ചിരുന്നത്? ആൻസർ, पुराने जमाने में लोग समय जानने के लिए सूरज की दिशा, छाया की लंबाई, सूर्य घड़ी, जल घड़ी का उपयोग करते थे. പുരാനെ ജമാനമേ പഴയ കാലങ്ങളിൽ ലോക് ജനങ്ങൾ സമയ ജാനനെ കെ ലിയെ സമയം അറിയാൻ വേണ്ടി സൂര്യക്ക് ദിശ സൂര്യന്റെ ദിശ, ഛായാക്കി ലംബായി നിഴലുകളുടെ നീളം, സൂര്യഘടി സൂര്യഘടികാരങ്ങൾ, ജൽഘടി ജലഘടികാരങ്ങൾ, ഉപയോഗകർത്തത് എന്നിവ ഉപയോഗിച്ചിരുന്നു. वे सूर्योदय, सूर्यास्त और चांद की कलाओं से भी समय का अंदाजा लगते थे. അവർ സൂര്യോദയം, സൂര്യാസ്തമയം, അതുപോലെ ചന്ദ്രന്റെ ഘട്ടങ്ങൾ എന്നിവയും മനസ്സിലാക്കി സമയത്തെ ഊഹിച്ചിരുന്നു. നമ്മളിത് സയൻസിലൊക്കെ പഠിച്ചതാണ് അല്ലെ. സൂര്യൻ എവിടം വരെ എത്തി, നിഴലുകളുടെ നീളം വലുതാകുന്നതും ചെറുതാകുന്നതും അനുസരിച്ചിട്ട് ഒക്കെ സമയത്തെ അവർ മനസ്സിലാക്കിയിരുന്നു. പഴയ കാലങ്ങളിൽ സൂര്യോദയം, സൂര്യാസ്തമയം, അതുപോലെ ചന്ദ്രന്റെ കലകൾ, ചന്ദ്രന്റെ ഘട്ടങ്ങൾ എന്നിവയൊക്കെ നോക്കിയിട്ടാണ് ജനങ്ങൾ സമയം ഊഹിച്ച് മനസ്സിലാക്കിയിരുന്നത്. फोर्थ क्वेश्चन, विज्ञान का मतलब प्रयोग है, इससे आप क्या समझते हैं? ശാസ്ത്രം എന്നതിന്റെ അർത്ഥം
പരീക്ഷണം എന്നതാണ്. ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ പറഞ്ഞത് കൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പ്രയോഗ വിജ്ഞാൻ കാ അഭിन्न അംഗ് ഹെ. പരീക്ഷണം ശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. वैज्ञानिक विधि में परिकल्पना बनाना, उसका परीक्षण करना, निष्कर्ष निकालना आदि शामिल है. ശാസ്ത്രീയ രീതിയിൽ പരികൽപ്പനകൾ രൂപപ്പെടുത്തുക. വൈജ്ഞാനിക വിധിമേ പരികൽപ്പന ബനന, ശാസ്ത്രീയ രീതിയിൽ പരികൽപ്പനകൾ രൂപപ്പെടുത്തുക. ഉസ്ക പരീക്ഷൺ കർണ, എന്നിട്ട് അതിനെ പരീക്ഷിക്കുക. നിഷ്കർഷ നിഗൽന, നിഗമനങ്ങളിൽ എത്തിച്ചേരുക. ആദി ഷാമിൽ ഹെ, എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ശാസ്ത്ര രീതിയിൽ പരികൽപ്പനകൾ നടത്തുക, എന്നിട്ട് അത് പരീക്ഷണം ചെയ്യുക, എന്നിട്ട് നിഗമനത്തിൽ എത്തിച്ചേരുക എന്നിവ അതിൽ ഉൾപ്പെടുന്നു. പരികൽപ്പന കാ പരീക്ഷൺ പ്രയോഗോം കെ ദ്വാരാ ഹി സംഭവ് ഹെ. പരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് പരികൽപ്പനകൾ പരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് പരികൽപ്പനകൾ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പരീക്ഷണം തന്നെയാണ്. പരീക്ഷണങ്ങളില്ലെങ്കിൽ പിന്നെ നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് നോക്കാം. ലേഖ കെ ആധാർ പർ ക്രമബദ്ധ കരേ. നമ്മുടെ ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓർഡറിലാക്കാനാണ് കേട്ടോ. 4 പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വഹ് അപ്പനി നബ്സ് കാ ഇസ്തേമാൽ ഗഡി കെ രൂപ മേം കർത്താ ഹെ. അദ്ദേഹം തന്റെ നബ്സ്, പൾസ് ഒരു ഘടികാരമായി ഉപയോഗിക്കുന്നു. വിഭിന്ന ധാതുओं के गोलों को लेकर प्रयोग करता है. വ്യത്യസ്ത ലോഹങ്ങളുടെ ഗോളങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം പരീക്ഷണം നടത്തുന്നു. वह फानून के चूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करते हैं. അദ്ദേഹം റാന്തൽ വിളക്ക് ആടുന്ന ദൂരവും സമയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഊഹിക്കുന്നു, അദ്ദേഹം അനുമാനിക്കുന്നു. വഹ് സ്കൂൾ മേ ചൂൽനെ വാല ഫാനൂൻ കാ നിരീക്ഷൺ കർത്തേ ഹെ. അദ്ദേഹം സ്കൂളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഫാനൂൻ റാന്തൽ വിളക്കിനെ നിരീക്ഷിക്കുന്നു. ഈ 4 പോയിന്റ്സും ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ. ഫസ്റ്റ് പോയിന്റ് വരുന്നത് വഹ് സ്കൂൾ മേ ചൂൽനെ വാലെ ഫാനൂസ് കാ നിരീക്ഷൺ കർത്താ ഹെ. वह फानूस के चूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करता है. वह अपनी नब्ज का इस्तेमाल घड़ी के रूप में करता है. വിഭിന്ന ധാതുओं के गोलों को लेकर प्रयोग करता है. ഈ രൂപത്തിലാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ടെക്സ്റ്റിൽ വരുന്നത് പോസ്റ്റർ തയ്യാർ കരേ. 15 ഫർവരി ഗലീലിയോ ദിവസ് ഹേ. ഫെബ്രുവരി 15 ഗലീലിയോ ദിവസമാണ്. മാൻലേ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കരുതണം. ഇസ് അവസർ പർ ആപ്കെ സ്കൂൾ മേ വിജ്ഞാൻ പ്രദർശനി ഹോനെ വാലി ഹേ. ഈ അവസരത്തില് നിങ്ങളുടെ സ്കൂളിൽ ഒരു ശാസ്ത്ര പ്രദർശനം നടത്തുന്നുണ്ട്. ഇസ്കെ പ്രചാർ കെ ലിയെ പോസ്റ്റർ തയ്യാർ കരെ. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 15 फरवरी गैलीलियो दिवस है. मान ले इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है. इसके प्रचार के लिए പോസ്റ്റർ തയ്യാർ करें. ഫെബ്രുവരി 15 ഗലീലിയോ ദിവസമാണ്. നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു വിജ്ഞാൻ പ്രദർശനം നടത്തുന്നു എന്ന് നിങ്ങൾ കരുതുക. അതിനുവേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ വളരെ ഈസിയാണ് അല്ലേ? ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്റർ ആകുമ്പോൾ അത് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ ഞാൻ 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രോഗ്രാം ആണോ നടത്തുന്നത് അത് ആദ്യം ഹെഡിങ് ആയിട്ട് കുറച്ച് വലിയ രൂപത്തിൽ വലിയ ഹെഡിങ് ആയിട്ട് എഴുതുക. കൂട്ടത്തിൽ ആ പ്രോഗ്രാം എന്നാണ് നടത്തുന്നത് എന്ന ഡേറ്റ് കൊടുക്കുക, സ്ഥലം കൊടുക്കുക, സമയം കൊടുക്കുക. ഇനി അതിൽ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ലാസ്റ്റ് സബ്കാ സ്വാഗത് നിർബന്ധമാണ്. ഒരു ഹെഡിങ്ങും ഡേറ്റും സ്ഥലവും സമയവും സബ്കാ സ്വാഗത്, ഇതാണ് മെയിനായിട്ട് പോസ്റ്ററിൽ വേണ്ടത്. നോക്കാം. 15 ഫർവരി ഗലീലിയോ ദിവസ്, അങ്ങനെയാണ് ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലിയ അക്ഷരത്തിൽ കൊടുക്കുക. വിജ്ഞാൻ പ്രദർശനി, ശാസ്ത്ര പ്രദർശനം.
താരീഖ് ഡേറ്റ് 15 ഫർവരി. ഈ താരീഖ് എന്ന് എഴുതാതെ നിങ്ങൾക്ക് 15 ഫർവരി അങ്ങനെയും കൊടുക്കാം കേട്ടോ. സ്ഥാൻ സ്കൂൾ സഭാഗ്രഹ്, സ്കൂളിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് സ്കൂൾ സഭാഗ്രഹ്. സമയ് സുബഹ് 10 ബജെ സെ, രാവിലെ 10 മണി മുതൽ. ഉദ്ഘാടൻ പ്രധാൻ അധ്യാപിക, സ്കൂളിൽ വെച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും പ്രധാന അധ്യാപക അല്ലെങ്കിൽ പ്രധാന അധ്യാപിക ഉദ്ഘാടനം കൊടുത്താൽ മതി. സബ്കാ സ്വാഗതം ഇത് കൊടുക്കാൻ മറന്നു പോവരുത്. ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് വേറെ പോസ്റ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിജ്ഞാൻ പ്രദർശിനി മാത്രമാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഗലീലിയോ ദിവസ് സ്കൂൾ സഭാഗൃഹ സെ, സഭയിലെ 9 ബജെ സെ ഹോക്കർ, രാവിലെ 9 മണി മുതൽ. 15 ഫർവരി 2025. പോസ്റ്റർ ഒന്നും ചെയ്യുമ്പോൾ ഇതുപോലെ കഴിഞ്ഞു പോയ ഒരു ഡേറ്റ് വെച്ച് നിങ്ങൾ ചെയ്യരുത്. ഇനി വരാനുള്ള ഒരു ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ കൊടുക്കേണ്ടത് ഫെബ്രുവരി 15 2026 എന്നാണ്. ഉദ്ഘാടൻ പ്രധാന അധ്യാപിക GHS കൊല്ലം, അങ്ങനെ സ്കൂളിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സബ് കേലിയെ ഹാർദിക് സ്വാഗത്, സബ്കാ സ്വാഗത് എന്ന് എഴുതാം. സബ് കേലിയെ ഹാർദിക് സ്വാഗത്, എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇതെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് പ്രോഗ്രാം എന്നും എന്നാണ് നടത്തുന്നത്, എത്ര മണിക്കാണ്, അതുപോലെ എവിടെ വെച്ചിട്ടാണ് എന്നെല്ലാം ഈ പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. രേഖാങ്കിത ശബ്ദോं का अर्थ अलग अलग संदर्भों में समझे और नए वाक्य बनाए. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്യങ്ങളുടെ അർത്ഥം ശ്രദ്ധിക്കുക, എന്നിട്ട് പുതിയ വാക്യങ്ങൾ നിർമ്മിക്കുക. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? കുച്ച് ദേർ ബാദ് ചാന്ദ് കോ ദേഖ്തേ ഹുയെ വഹ് ഉതർനെ ലഗ. കുറച്ച് സമയ കുറച്ച് സമയത്തിന് ശേഷം ചന്ദ്രനെ നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങാൻ തുടങ്ങി. ഉദർനെ ലഗ, ഇറങ്ങാൻ തുടങ്ങി. നെക്സ്റ്റ് പോയിന്റ്, ഉസേ ഐസാ ലഗ, അവന് അങ്ങനെ തോന്നി. കി, എന്തെന്നാൽ ചാന്ദ് ബി ഉസ്കെ സാത്ത് ചढ़ രഹാ താ, ചന്ദ്രനും അവന്റെ കൂടെ ഇങ്ങനെ കയറുന്നുണ്ട് എന്ന് അവന് തോന്നി. ഇവിടെ ലഗിന്റെ പ്രയോഗം രണ്ട് രീതിയിലാണ് തന്നിട്ടുള്ളത്. ഒന്ന് തുടങ്ങി എന്ന അർത്ഥത്തിലും ഒന്ന് തോന്നി എന്ന അർത്ഥത്തിലും. ഇവരുടെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കിയിട്ട് അത് രണ്ടർത്ഥത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ലഗ് തുടങ്ങി എന്ന അർത്ഥത്തില്. വഹ് കഹിനേ ലഗ, അവൻ പറയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. ലഡ്കി ഗാനേ ലഗി, പെൺകുട്ടി പാടാൻ തുടങ്ങി. പിതാജി ഗാന ഗാനേ ലഗി, അച്ഛൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മാതാജി രസോയി മേം കാം കർണേ ലഗി, അമ്മ അടുക്കളയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. സ്ത്രീയാം ഷോർ മച്ചാനെ ലഗി, സ്ത്രീകൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇവിടെ ലഗ, ലഗി, ലഗെ എന്നെല്ലാം വരുമ്പോഴും ഇതിന്റെ മുൻപ് നെ വെച്ചിട്ടാണ് വെർബ്. കഹിനെ, ഗാനെ, ഗാനെ, കർണെ, മച്ചാനെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലഗ് തുടങ്ങി എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അതിന്റെ മുൻപുള്ള വെർബ് നെ എന്ന പ്രയോഗത്തിലാണെന്ന് നിങ്ങൾ മറക്കരുത്. വഹ്, അവൻ, മെയിൽ ആയതുകൊണ്ടാണ് ലഖ എന്ന് വന്നത്. ലഡ്കി ഫീമെയിൽ, പെൺകുട്ടി ആയതുകൊണ്ട് ലഘി. പിതാജി ലഗെ, മാതാജി ലഘി, സ്ത്രീയാം പ്ലൂരലാണ് ലഘി. നെക്സ്റ്റ്, ലഗ് ടു ഫീൽ എന്ന അർത്ഥത്തിൽ, തോന്നി എന്ന അർത്ഥത്തിൽ ലഗ് വരുമ്പോൾ മുച്ചേ ഡണ്ട് ലഗ് രഹി ഹേ, എനിക്ക് തണുപ്പ് തോന്നുന്നു. ഉസേ ഭൂക്ക് ലഗ, അവന് വിശപ്പ് തോന്നി. മുച്ചേ അച്ഛാ ലഗ് രഹാ ഹേ, എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു, എനിക്ക് സുഖമാണെന്ന് തോന്നുന്നു, എനിക്ക് സുഖം തോന്നുന്നു. മുച്ചേ അച്ഛാ ലഗ് രഹാ ഹേ, എനിക്ക് സുഖം തോന്നുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ചർച്ചാ കരേം, നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുച്ച് ദിനോം ബാദ് ഗലീലിയോ കോ ഉസ്കെ പിതാ ने डॉक्टरी पढ़ने के लिए भेज दिया. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗലീലിയോയെ തന്റെ അച്ഛൻ ഡോക്ടർ പഠനത്തിന് വേണ്ടിയിട്ട് അയച്ചു. മഗർ, എന്നാൽ വഹ് തോ വൈജ്ഞാനിക് ബനിനാ ചാഹ്താ താ, അദ്ദേഹം ശാസ്ത്രജ്ഞനാവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഉസ്നെ അപ്പനെ ആപ്പ് വിഷയ് ബദൽ ലിയേ,
അദ്ദേഹം സ്വയം വിഷയത്തെ മാറ്റിമറിച്ചു. ഗലീലിയോ के निर्णय पर आपका विचार क्या है? ഗലീലിയോയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗലീലിയോയെ അച്ഛൻ ഡോക്ടർ പഠനത്തിന് വേണ്ടിയിട്ട് അയച്ചു. എന്നാൽ ഗലീലിയോ ശാസ്ത്രജ്ഞനാവാൻ ആഗ്രഹിച്ചു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. आंसर, गैलीलियो का निर्माण बहुत साहसी था। उन्होंने अपने परिवार की इच्छा के बजाय विज्ञान को चुना. എന്താ പറഞ്ഞത്? ഗലീലിയോ കാ നിർണയ് ബഹുത്ത് സാഹസിത. ഗലീലിയോയുടെ തീരുമാനം ഒരു ധീരമായ തീരുമാനമായിരുന്നു. ഉനോനെ അപ്നെ പരിവാർ കി ഇച്ഛാ കെ ബജായ്, അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ ഇഷ്ടത്തിന് പകരം, ഇഷ്ടത്തെ കൂടാതെ വിജ്ഞാൻ കോ ചുന, ശാസ്ത്രത്തെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. പരിവാർ കുടുംബം, ഇച്ഛ താല്പര്യം, ഇൻട്രസ്റ്റ്. യഹ് ദിക്കാന ഹെ, അത് കാണിച്ചു തരുന്നത് ഇതാണ്. കി എന്തെന്നാൽ, ജബ് കോയി വ്യക്തി അപ്പനി സച്ചി രുചി കോ പഹചാൻ കർ മെഹനത്ത് കർത്താ ഹെ. ജബ് കോയി വ്യക്തി, ഏതൊരു വ്യക്തിയാണെങ്കിലും അപ്പനി സച്ചി രുചി കോ പഹചാൻ കർ, തന്റെ യഥാർത്ഥ താല്പര്യം മനസ്സിലാക്കി മെഹനത്ത് കർത്താ ഹെ തോ, പരിശ്രമിക്കുകയാണ് എങ്കിൽ ഉസേ അപ്പനെ ജീവൻ മേ ഖുഷി മിൽത്തി ഹെ, അവന് തന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കും, ഹാപ്പിനെസ് ഉണ്ടാവും. സാത്ത് ഹി, അതിന്റെ കൂടെ തന്നെ വഹ് സമാജ് കെ ലിയെ ഭി ഉപയോഗി കാം കർ സക്താ ഹെ, അവന് സമൂഹത്തിന് ഉപകാരപ്രദമാക്കാനും കഴിയും. അദ്ദേഹത്തിന്റെ ഈ ജോലി കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. സമാജ് സമൂഹം, മെഹ്നത് പരിശ്രമം, ഖുഷി ഹാപ്പി സന്തോഷം. നെക്സ്റ്റ് ആക്ടിവിറ്റി ഗലീലിയോയുടെ ചരിത്ര ചിത്രണം എഴുതാൻ വേണ്ടിയിട്ടാണ്. गैलीलियो के जीवन एवं दृष्टिकोण की വിശേഷതായും ക്യാ ക്യാ ഹെ, ഗലീലിയോയുടെ ജീവിതത്തിന്റെയും വീക്ഷണത്തിന്റെയും സവിശേഷതകൾ എന്തൊക്കെയാണ്? സങ്കേതക്ക് ആധാർ പർ ടിപ്പണി ലഗെ, തന്നിട്ടുള്ള പോയിന്റ്സ് അടിസ്ഥാനപ്പെടുത്തി നിർദ്ദേശം അനുസരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പരിസർ കാ നിരീക്ഷൺ കർണ, പരിസരം നിരീക്ഷിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. സത്യഘോജനമേം സബൂത്തോം കാ ആശ്രയ ലേന, സത്യങ്ങളൊക്കെ കണ്ടെത്താൻ അദ്ദേഹം തെളിവുകളെ ആശ്രയിച്ചിരുന്നു. സബൂത്തോം തെളിവുകൾ. ജീവൻമേം സ്വയം നിർണയ ലേന, ജീവിതത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിരുന്നു. ചുനൗത്തിയോം കോ സ്വീകാർ കർണ, അദ്ദേഹം വെല്ലുവിളികളെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഈ പോയിന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ ഗലീലിയോയുടെ ചരിത്ര ചിത്രണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗലീലിയോ കെ ചരിത്ര ചിത്രൻ നോക്കാം. ഗലീലിയോ ഗലീലി ഇറ്റലി മേം ജന്മെ ഏക് പ്രതിഭാവൻ വൈജ്ഞാനിക് തെ. ഗലീലിയോ ഗലീലി ഇറ്റലിയിൽ ജനിച്ച ഒരു മികച്ച ശാസ്ത്രജ്ഞനായിരുന്നു. गैलीलियो बचपन से ही अवलोकन और प्रयोग पर जोर देते थे. ഗലീലിയോ ബച്പൻ, കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം നിരീക്ഷണത്തിലും പരീക്ഷണത്തിലും പ്രാധാന്യം നൽകിയിരുന്നു. അവലോകൻ നിരീക്ഷണം, പ്രयोग പരീക്ഷണം, അതിനാണ് അദ്ദേഹം ജോർ ദേത്തേതെ പ്രാധാന്യം നൽകിയിരുന്നത്. एक पूर्णिमा की रात में चांद को पहाड़ी पर चढ़ते और उतरते हुए देखकर यह निष्कर्ष निकाला कि चांद अपनी जगह स्थिर है. एक पूर्णिमा की रात में, ഒരു പൂർണ്ണചന്ദ്ര രാത്രിയിലെ, ചാന്ദ് കോ പഹാടി പർ ചढ़ते और उतरते हुए देखकर, ചന്ദ്രൻ കുന്നിൻ മുകളിലോട്ട് അദ്ദേഹത്തിന്റെ കൂടെ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടപ്പോൾ യഹ് നിഷ്കർഷ് നികാല, അദ്ദേഹം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. കി എന്തെന്നാൽ, ചാന്ദ് അപ്പനി ജഗഹ് സ്ഥിർ ഹെ, ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് സ്ഥിരമാണ്. ബൽക്കി അപ്പനെ ദോസ്ത് കെ സാത്ത് ഏക് ചോട്ടാ സാ പ്രयोग करके ഇസെ സാബിത്ത് കിയ, അദ്ദേഹം അത് ഒറ്റയടിക്ക് വിശ്വസിക്കാതെ അപ്പനെ ദോസ്ത് കെ സാത്ത്, തന്റെ കൂട്ടുകാരന്റെ കൂടെ ഏക് ചോട്ടാ സാ പ്രयोग करके ഒരു ചെറിയ പരീക്ഷണം നടത്തിയിട്ട് ഇസെ സാബിത്ത് കിയ, ഇത് തെളിയിച്ചു. പാഠഭാഗത്തിൽ പറഞ്ഞിരുന്നു അല്ലെ, അദ്ദേഹം കുന്നിൻ മുകളിൽ കയറിയപ്പോൾ ചന്ദ്രൻ അദ്ദേഹത്തിന്റെ കൂടെ കയറി, അദ്ദേഹം ഇറങ്ങിയപ്പോൾ താഴോട്ട് കൂടെ ഇറങ്ങി. അപ്പോൾ അദ്ദേഹം സംശയിച്ചു, ചന്ദ്രൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടോ എന്ന്.
അപ്പോഴും അവൻ സ്വയം പറഞ്ഞു ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് സ്ഥിരമാണെന്ന്. എന്നാലും ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരനെ അയാൾക്ക് ഒന്നിനു മുകളിലോട്ട് കയറി ഇറക്കി. അപ്പോഴും ഇത് തന്നെയാണ് തെളിഞ്ഞത് അല്ലെ? അദ്ദേഹം അങ്ങനെയാണ് ഇത് തെളിയിച്ചത്. ഗലീലിയോ കെ പിത ഉനേം ഡോക്ടർ ബനിന ചാഹത്തെ തെ. ഗലീലിയോയുടെ അച്ഛൻ അദ്ദേഹത്തെ ഡോക്ടർ ആക്കാൻ ആഗ്രഹിച്ചിരുന്നു. ലേക്കിൻ പക്ഷേ ഗലീലിയോ കാ മൻ തോ വിജ്ഞാൻ മേ ലീൻ ഥാ. ഗലീലിയോയുടെ മനസ്സ് വിജ്ഞാനത്തിലാണ് മുഴുകിയിരുന്നത്, ശാസ്ത്രത്തിലാണ് മുഴുകിയിരുന്നത്. സ്വയം ചുനെ ഇസ് മാർഗ് പർ ചൽക്കർ ഉനോനെ ആധുനിക വിജ്ഞാൻ കി ദിശ നിർധാരിത് കി. സ്വയം ചുനെ സ്വയം തെരഞ്ഞെടുത്ത് ഈ മാർഗ് പർ ചൽക്കർ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഉനോനെ അദ്ദേഹം ആധുനിക വിജ്ഞാൻ കി ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ദിശ നിർണയിച്ചു. വഹ് ഹർ ചുനൗതി കോ സ്വീകാർ കർനെ കോ തയ്യാർ. അതിനുവേണ്ടി എല്ലാ വെല്ലുവിളികളും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. കൈ പ്രയോഗ് കിയെ, കുറെ പരീക്ഷണങ്ങൾ നടത്തി. ആജ് ദുനിയാക്കി സബീ ഗഡിയ, ഇന്നത്തെ ലോകത്തിലെ എല്ലാ ക്ലോക്കുകളും ഗലീലിയോക്ക് ഇസി പെൻഡുലം നിയം പർ ബനി ഹെ. ഗലീലിയോയുടെ ഈ പെൻഡുലം നിയമത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഗലീലിയോയുടെ ചരിത്ര ചിത്രം ഷോർട്ടാക്കി തന്നിട്ടുള്ളതാണ്. ഇത് വിട്ടു പോവരുത്. ഇത്രയുമാണ് പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ഇത് കൂടാതെ ഗലീലിയോ ചാപ്റ്ററിലെ 10 കീ പോയിന്റ്സ് നമ്മൾ വേറെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ നിർബന്ധമായും കാണണം. ഗലീലിയോ ലേഖനം എഴുതിയിട്ടുള്ളത് ശുക്രാചാര്യ, ഇദ്ദേഹത്തെ കുറിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ ജനനം 31 അക്ടോബർ 1964, ഒക്ടോബർ 31 1964 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ശുക്രാചാരിക അസലി നാം കൃഷ്ണമേനൻ ഹേ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൃഷ്ണമേനൻ എന്നാണ്. ഉൻകാ ജന്മ ബീഹാർ കെ പട്ന മേം ഹുവാ. അദ്ദേഹത്തിന്റെ ജനനം ബീഹാറിൽ പട്നയിലാണ്. ഹമാര മുസ്കാത്ത്, ബച്ചോം കെ ലിയെ ഗലീലിയോ, ബച്ചോം കെ ലിയെ ഡാർവിൻ ആദി ഉൻകി പ്രമുഖ കൃതിയാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഗലീലിയോ ലേഖനം എഴുതിയത് ശുക്രാചാര്യ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ് ഗലീലിയോ. മറ്റു വീഡിയോസും ഗലീലിയോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസും നിങ്ങൾ കാണാം. താങ്ക് യു.